ഫ്രണ്ട്സ്, ജിമ്മിന് കേട്ടാ. ഇന്ന് ജിമ്മിനോണ്ട ടൈമായി. കാരണം ഇപ്പോൾ 8 മണിയായി രാത്രി. ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 7:59, 8 മണി. അപ്പോൾ ഇന്ന് നമുക്ക് ചെസ്റ്റിന് കളിക്കാം. ചെസ്റ്റ് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്നലെ ബേസിനടിച്ച് ബൈസോപ്സ്. അപ്പോൾ ഇന്നലെ ബേസ് അടിച്ച് ഇന്ന് നമുക്ക് ചെസ്റ്റ് അടിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓരോ സിംഗിൾ പാർട്സിന് കളി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച 2 ദിവസം പോയി, 3 ദിവസം പോയി. 3 ദിവസം പോയിട്ട് മിക്സ് കളിച്ച് ഫുൾ പാർട്സിന് എല്ലാ പാർട്സിനും ഓരോ കളി മിക്സഡ് കളിച്ച്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ എന്തായി? തിങ്കളാഴ്ച മുതൽ ഓരോ പാർട്സിന് സിംഗിളായിട്ട് കളി തുടങ്ങി. ഓരോ പാർട്സിന് ഒരു ദിവസം ഒരു പാർട്സിന്, അതായത് ഇന്നലെ ബേസിന്, ഇന്ന് ചെസ്റ്റിന്, അങ്ങനെ ഓരോ പാർട്സിന് കളി തുടങ്ങി. ഓക്കെ, സെറ്റാക്കണം. ഇപ്പോൾ ഉറക്ക് ബെലിങ്ങനെ സെറ്റായിട്ടില്ല. ഉറങ്ങുന്നുണ്ട്, പക്ഷേ ഉറക്ക് ലേറ്റായിട്ടാണ് വരുന്നു. ലേറ്റായിട്ട് ഉറങ്ങി ശീലിച്ചുകൊണ്ട് ഉറക്ക് ലേറ്റായിട്ടാണ് വരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ കിടന്ന് സെറ്റാക്കണം. നേരത്തെ കിടന്നിട്ട് ഉറക്ക് സെറ്റാക്കണം. എന്നിട്ട് രാവിലെ എണീക്കണം. കാരണം ലേറ്റായിട്ട് കിടന്നുറങ്ങിയിട്ട് ലേറ്റായിട്ട് എണീക്കുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നം. ഒന്ന് സെറ്റാക്കണം. ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് വിടാം. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞില്ല 8 മണി. 8:15 ഭയങ്ങളിലെത്തും. 8:20 ആകുമ്പോൾ കളി തുടങ്ങാം. 3/4 മണിക്കൂർ. ഞാൻ 3/4 മണിക്കൂർ കളിക്കുമല്ലോ, 9 മണി വരെ. ഓക്കെ, ശരി എന്നാൽ വിടാം. പരമാവധി ഇവിടെ ഉള്ള സമയത്ത് കളിക്കണം. ഇടയ്ക്കിടയ്ക്ക് ലീവാകുന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ള സമയത്തെല്ലാം കളിക്കാൻ പോകും. ഇൻഷാ അല്ലാ സെറ്റാക്കാം. ഓക്കെ, വിടാം. നല്ല മഴ പെയ്ത് കിട്ടില്ല പോലത്തെ മഴ. വൈകിട്ട് നല്ല കാറ്റും മഴയും. ഏതാ കാറ്റ്, ഏതാ മഴ, ഞാൻ ഒന്നും അറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസൈൻ വർക്ക് ചെയ്യും. ഇപ്പം മിന്നൽ എറിയുന്നുണ്ട്. നല്ല മഴയാണെന്നല്ലോ, സൂപ്പർ മഴ. ഞാൻ റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. മിന്നറിയുന്നുണ്ടോ ബാക്കിൽ മിന്നുണ്ട്. കിട്ടില്ല പോലത്തെ മഴയാണെന്ന് മഴ പെയ്യുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വർക്കിനെ തിരക്കായിരുന്നു. ചേട്ടൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ്റെ ഡിസൈൻ വർക്ക്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നോക്കാനൊന്നുമില്ല. ഏതാ മഴ, കിട്ടില്ല മഴ. അതാ മിന്നു മഴ പെയ്യാണെന്ന് മതി. മഴക്കോട്ടൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, വിടാം. ഫുൾ വെള്ളരിക്കുള്ള മഴ പൊടിയൊന്നുമില്ല, പക്ഷെ മഴയെല്ലാം നിന്ന്. അല്ല, മഞ്ഞുണ്ട് കേട്ടോ. പുക കാണുന്ന റോഡുമ്മ. ഇതിപ്പോൾ നിന്ന്. അത് കത്തുന്നില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ചെന്ന സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, അതായത് എൻ്റെ വീട്ടിൽ മുമ്പിൽ അത് മിന്നിയും കടിയും ചെയ്യുന്നത്. മിന്നാമിനിങ്ങാന്ന് ഒരാഴ്ചയോളായി മിന്നുണ്ട് കേട്ടോ, മിന്ന്. അപ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അതാ ഫുള്ള് ഇരുട്ട്. ഇല്ല, എവിടെയും കത്തുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിൽ സ്ട്രീറ്റ് ലൈറ്റ് മാത്രം കത്തുന്നില്ല. നമ്മളെ പഴയ പുയ്യലതാ. പുയ്യല അങ്ങനെയുണ്ട്, ഒരു മാറ്റമില്ല. അടിപൊളിയാണ്, അടിപൊളി. അങ്ങനെ പയങ്ങളിലെത്തി. വണ്ടി എടുക്കട്ടെ. കയറാം. നേരെ മുകളിലേക്ക് പോവാം. ഒന്ന് അൻസിനെ കാണട്ടെ. അൻസിൻ്റെ ഇവിടെ പ്രാന്ത് ഇതേ ഇരിക്കുന്നു. ആ പ്രാന്ത് കുറേ കാലത്തിന് ശേഷം ഒരു കളിക്കാൻ പോട്ടാ. പോയിട്ടിരുന്നേ, കൂട്ടില്ലല്ലേ, വരുമ്പം കാണാം. ഓക്കെ, സെറ്റാക്കട്ടെ. ഇത് നമ്മളൊരു ഓണർ ഓടി ഇപ്പൊ പൊളിച്ചതേലു. പൊളിക്കടാ ആനസേ. എന്താ നീ പൊളിച്ചേ വന്നേ? എനിക്ക് വേണ്ടെങ്കിൽ നീ വരുന്ന സ്പൂണോ? ക്യാമറ കാണുമ്പോഴത്തേക്ക് ഒറ്റോട്ടോ സ്പൂൺ കൊടുത്തോ. എന്താ സ്നേഹമില്ലാണോ? കഴിച്ചോക്കട്ടോ. അവിടെ നിന്ന് ഉറ്റിച്ചൊക്കെയല്ല മോനെ. ഏറ്റവും വലിയ ഉറുമ്പ് തേടിയിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ?
അവിടെ അഭിപ്രായം ചോദിക്കാൻ ഈറ്റിങ്ങളാ ഈ ചങ്ങായി. നോക്കണം ഒറ്റ പ്രാവശ്യം പറ്റും പിന്നെ കട്ടോ എന്താട്ടാല് ഞാൻ പറയുന്നില്ല. മോന് ക്യാമറ വന്നിട്ടോ പറയൂടാ. മോൻ അങ്ങനെയാണ് എന്താ തട്ടുന്ന ഒന്നുകൂടി എന്നാ വേണ്ട കഴിക്കരുത്. ഇതിന്റെ പേരെന്നാ ഇതിനെ കാണിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരെന്നാ വേണ്ടെങ്കിൽ നമ്മ ഒരിക്കലും കാണിക്കൂല. ബ്രൗണി എന്താ ബ്രൗണി ഇതാന്നല്ലേ ഇതധികം തിന്നാ മത്താവിടെ. ഇതധികം തിന്നാ മത്താവും. അങ്ങനെ നേരത്തെ അനുസരിച്ച് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ ശരിയായിട്ടില്ല. പറഞ്ഞ വാക്ക് മാറിപ്പോയി. എനിക്ക് പറയാൻ അറിയില്ല. മനസ്സിലാ പറഞ്ഞ മത്താവും. ഇതിപ്പോ ചോക്ലേറ്റ് മാത്രമായിട്ടുണ്ട്. ഇട്ടിച്ച് നമ്മ ചെക്കൻ തുടക്കൂ. വെള്ളം വെച്ചടിക്കുന്നോ? വെള്ളം വെച്ചടിക്കുന്നോ? കാണിക്കട്ടാ ഒന്നും ഒരു എന്റെ ആദിലെല്ലാം കാണൂടാ. ഒരു കൂട്ടോടാ. അപ്പൊ ആളെ മനസ്സിലായി. ആളെ പറഞ്ഞോട് താറാന്ന് ഇനി കാണിച്ചോലെ ഇതോണ്ടല്ലേ ഓൻ കൂട്ടി വെച്ചതാ. കൈമുട്ടിപ്പാട്ടിന്റെ എടാ ഞാൻ പോട്ടോ. ശരിയാ എടാ കളിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 2 ദിവസമായി തുടങ്ങിയിട്ട്. ആ ചെക്കനോടുന്ന ഇല്ലടാ എന്നെ കാണിക്കൂലടാ. കളിക്കട്ടെ കേറട്ടെ. സമയായി 8:30 മണിയായി. 8:30 ആയി സമയമായി. സ്റ്റേജ് കയറിയാമോ? കളിക്കുന്നുണ്ടോ ഒരു പക്ഷേ? അവൻ ലേറ്റായിട്ടാണ് വരത്ത്. 8:30 ആകുമ്പോൾ കളി തുടങ്ങുമല്ലേ? ഒരു പക്ഷേ കളിക്കുന്നുണ്ടോ നോക്കട്ടെ. ഇത് നാലാം നില 4th ഫ്ലോർ അല്ല 3rd ഫ്ലോർ. തേർഡ് ആ ഇത് 3ാമത്തെ. കളി കഴിഞ്ഞിട്ടാ. കളി കഴിഞ്ഞ് ഇറങ്ങി. ഏകദേശം കളിയൊക്കെ ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. 1-2 കളി ഞാൻ കാണിച്ചില്ല. 2 കളി കാണിക്കാൻ വിട്ടായി. അടുത്താഴ്ച കാണിക്കാം. ചെസ്സിന് മാത്രമേ ഇന്ന് അടിച്ചേ. ഇന്ന് ചെസ്സിനെ അടിച്ചിട്ടുള്ളൂ. ചെസ് ഇന്നലെ ബേസ് ഇന്ന് ചെസ്. നാളെ ട്രൈസപ്സ്. ഓക്കെ അങ്ങനെ ഓരോ ദിവസം ഓരോ കളി വാ. അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. നേരെ വീട്ടിലേക്ക്. ഗോയിങ് ടു ഹോം ഹൗസ്. മഴ പെയ്തിൻ്റെ ഇതാണ്. വീട്ടിലെ ഫുൾ വെള്ളം. ഇപ്പം വെള്ളമെല്ലാം പോയി. ഫുൾ വെള്ളമായിരുന്നു പോലും. കാറ്റും മഴയും മുടിയും മഴയും. നെരുമ്പ്രത്തി കുറച്ച് സാധനം വാങ്ങണം. ഞാൻ എന്നിട്ട് പാലെടുത്തോ? 1 കിലോ പഴം, ഒരു 10 മുട്ടയും വാങ്ങട്ടെ. ചായക്കടികളുണ്ടോ? മുട്ട റെഡി. ഇതൊന്നും സാധനം മനസ്സിലായി കമൻറ്റ് ചെയ്യട്ടോ.
എന്താ സാധനം മനസ്സിലായി പറ. ഓക്കെ, ഫുഡ് കഴിക്കാം. ഫുഡ് പത്തലും നല്ല മത്തിക്കറിയും. ചെറിയ മത്തി അല്ലേടി? ആ ചെറിയ മത്തി. പ്രോട്ടീൻ. മത്തി അയിലും കിട്ടലും പ്രോട്ടീനാട്ടാ. കിട്ടലും പ്രോട്ടീനാ. മത്തി അയില കറി വെച്ച കറി പത്തലും മത്തിക്കറിയും കുഞ്ഞുമത്തി. ഉണ്ടോ? ഷോർട്ട് മത്തി. കുഞ്ഞുമത്തി നല്ല രസമാട്ടാ. പ്രോട്ടീൻ. അടിപൊളിയാ. കഴിച്ചോ, നല്ലോണം കഴിച്ചോ. ഓക്കെ, കഴിക്കട്ടെ. വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല.